ഷൈൻ ടോം ചാക്കോ എന്ന നടന്റെ പിതാവ് ചാക്കോ മരണപ്പെട്ട വിവരം എല്ലാവരും മനസ്സിലാക്കി, എല്ലാവരും സങ്കടപ്പെട്ടു. ധർമ്മപുരി വെച്ചുണ്ടായ കാർ അപകടത്തിലാണ് ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് ചാക്കോ മരണപ്പെട്ടത്. ആ കാറ് ഒരു ലോറി അതിൻ്റെ പിന്നിൽ ചെന്ന് ഇടിച്ച് തകരുകയായിരുന്നു. ആ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് ചാക്കോ മരണപ്പെട്ടു. അമ്മയ്ക്ക് പരിക്കേറ്റു. ഷൈൻ്റെ ഒരു കൈ ഒടിഞ്ഞു. ഷൈൻ്റെ ബ്രദർ കൂടെ ഉണ്ടായിരുന്നു, മറ്റൊരു ഡ്രൈവറും കൂടെ ഉണ്ടായിരുന്നു. വലിയ പരിക്കില്ലാതെ അവർ രക്ഷപ്പെട്ടു. ഏതായാലും അമ്മയും ഷൈൻ ടോം ചാക്കോയൊക്കെ തൃശ്ശൂരിലേക്ക് കൊണ്ടുവന്നു. ഈ സംഭവം ഇതുവരെ ഷൈൻ ടോം ചാക്കോയെ പറ്റി രാസലഹരി മുങ്ങി നടക്കുന്ന ഒരാൾ, ഒരു നടൻ, ആ നടനെ സിനിമാ ഫീൽഡിൽ നിന്ന് ഔട്ടാക്കണമെന്ന് ഞാൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞുകൊണ്ടേയിരുന്നു. കഴിഞ്ഞ 10 വർഷമായിട്ട് ഷൈനും ഷൈൻ്റെ കൂടെയുള്ള ചില ആൾക്കാരും ആ രാസലഹരിയിൽ മുങ്ങിയുള്ള ഒരു ജീവിതമായിരുന്നു. പക്ഷെ ഇപ്പം അടുത്ത കാലത്ത് ആലപ്പുഴയിലെ കുറച്ചധികം കഞ്ചാവ് വിറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഷൈനും മറ്റൊരു നടനും ഇടപാടുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ കാപ്പയിൽ വരെ അടയ്ക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം മാറി സഞ്ചരിച്ചു, തെറ്റു മനസ്സിലാക്കി അതിൽ നിന്ന് മോചനത്തിനായി ചികിത്സയ്ക്ക് വിധേയനായി. പിതാവായിരുന്നു അതിൻ്റെ പിന്നിൽ. ആ മകനെ ചേർത്ത് പിടിച്ചു ആ പിതാവ്. സമൂഹത്തിലെ സിനിമാ രംഗത്ത് ഉള്ളവർ പലരും എതിരു നിന്നപ്പോൾ കഴിഞ്ഞ 10 വർഷമായിട്ട് ലഹരി അടിച്ചുകൊണ്ടിരുന്ന മകനെ ചേർത്ത് പിടിച്ച് അതിനൊരു റിസൾട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ബാംഗ്ലൂർ ചികിത്സയ്ക്ക് വിധേയനായി. അവിടെ ചികിത്സയ്ക്ക് വീണ്ടും അത് തീർത്തും അതിൽ നിന്ന് മുക്തനാകാൻ വേണ്ടിയുള്ള അവസാന ട്രീറ്റ്മെൻറ്റിന് ബാംഗ്ലൂർ പോകുകയാണ്. അത് ഷൈൻ തന്നെയാണ് അതിന് മുൻകൈ എടുത്ത് പോയിക്കൊണ്ടിരുന്നത്. അന്നേരമാണ് ഈ അപകടം ഉണ്ടായത്. അതിൻ്റെ ചാക്കോ ഒരു വ്യവസായിയായിരുന്നു, നല്ല വ്യവസായിയായിരുന്നു, നല്ല സാമ്പത്തികമുള്ള വ്യവസായിയായിരുന്നു. ചാക്കോയുടെ ഭാര്യ ഒരു ഇംഗ്ലീഷ് ടീച്ചറാണ്, ഷൈൻ്റെ അമ്മ. ഷൈന് മലയാള സിനിമയിൽ ഒക്കെ രംഗത്ത് വന്നുകൊണ്ടിരുന്ന ഈ ആരോപണങ്ങൾ വന്നു. അതിൻ്റെ ഇടയ്ക്ക് തെലുങ്കിലും തമിഴിലും ഷൈന് ചാൻസ് കിട്ടിത്തുടങ്ങി. നല്ല ആർട്ടിസ്റ്റാണ്, നല്ലതായിട്ട് അഭിനയിക്കുന്ന ആൾ തന്നെയാണ്, യാതൊരു സംശയമില്ല. പക്ഷേ ഡ്രഗ്സിന് വിധേയമാണ്. അതുകൊണ്ടാണ് ആ എതിർപ്പ് മുഴുവൻ വന്നത്. ഇപ്പം അദ്ദേഹം നേർവഴിക്ക് വരുന്നു എന്ന സന്തോഷ വർത്താനം കേൾക്കുമ്പോൾ പിതാവിന് സന്തോഷമായി. പിതാവ് ചില വ്യവസായങ്ങൾ സിനിമാ രംഗത്ത് ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. ഒപ്പീസ് എന്നൊരു സിനിമ പകുതി ഷൂട്ട് ചെയ്ത് അവിടെ നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഇപ്പം പിതാവ് തയ്യാറായി. മകൻ നേർവഴിക്ക് വന്നിരിക്കുന്നു എന്ന വിശ്വാസത്തിൽ സിനിമാ വ്യവസായത്തിലെ പിതാവ് ചാക്കോ ഇടപെട്ടു. അതിനകത്ത് മുന്നോട്ട് വന്നു, പണം മുടക്കാൻ റെഡിയായി. ഒപ്പീസ് എന്ന സിനിമ കംപ്ലീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അതിൻ്റെ പ്രൊഡ്യൂസറെ കണ്ട് ചർച്ച ചെയ്തു. പണം ഇല്ലാതെ മുടങ്ങിക്കിടക്കുന്നതാണ്. അതിനകത്ത് ഷൈൻ ടോമും അദ്ദേഹത്തിൻ്റെ ഇളയ സഹോദരനുമാണ് അഭിനയിക്കുന്നത്. പിതാവ് ആ സിനിമ കംപ്ലീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു, പണം മുടക്കി ഒപ്പീസിന്. അതിൻ്റെ പ്രൊഡ്യൂസറെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ആ വിവരം അയാൾ മുന്നോട്ട് വന്നു. ഇവരുടെ ഒപ്പം ഉന്നത സിനിമ കംപ്ലീറ്റ് ചെയ്യാം എന്ന് അദ്ദേഹം പറഞ്ഞു. അതിനാവശ്യമുള്ള പണം ചാക്കോ മുടക്കാമെന്ന് പറഞ്ഞു. ഏതായാലും ഫിലിം ചേംബർ സെക്രട്ടറി സജി നന്ദിയാട്ടിനെ കണ്ടു. അപ്പോൾ സജി നന്ദിയാട്ടാണ് പറയുന്നത്, ഇതിനകത്ത് മറ്റൊരാളൂടെ പണം മുടക്കിയിട്ടുണ്ട്, ആ കാര്യം കൂടെ മനസ്സിലാക്കണം. ആ കാര്യം കൂടെ ചാക്കോ ഇടപെട്ട് അയാളുമായിട്ട് സംസാരിച്ചു, അത് ഒത്തീർപ്പാക്കി. അപ്പം ഈ പടം വെളിയിൽ ഇറങ്ങാൻ ഇപ്പം റെഡി ആയിട്ടുണ്ട്. അതിനുള്ള സംരംഭത്തിൽ നിൽക്കുകയായിരുന്നു. അതിലൂടെ സന്തോഷവാനായിരുന്നു. കാരണം 2 പ്രൊഡ്യൂസർമാരും പടം മുടക്കിയെന്ന് മനസ്സിലപ്പോൾ ആ 2 പേരോടും ചാക്കോ സംസാരിച്ചു ഒരു ഇൻഡസ്ട്രി ആയിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാനും ബാക്കി പടം മുടക്കി അത് കംപ്ലീറ്റ് ചെയ്യാനും പുള്ളി റെഡിയായിട്ട് 1 ആഴ്ച മുമ്പാണ് ആ തീരുമാനമൊക്കെ എടുത്ത സമയത്താണ് ഈ അപകടം ഉണ്ടായി പുള്ളി മരണപ്പെടുന്നത്. ഇത് അദ്ദേഹം എടുക്കാൻ കാരണം ഇതിലേക്ക് വരാനും ഇതൊരു വ്യവസായമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള രീതിയിലേക്ക് പോകാൻ കാരണം ഷൈൻ ടോം ചാക്കോയ്ക്ക് ഇപ്പം തമിഴിലും തെലുങ്കിലും ഒക്കെ മാർക്കറ്റ് വന്നു തുടങ്ങി. അപ്പം പണം വരാനുള്ള മാർഗങ്ങളായി. അതുകൊണ്ട് ആ മകൻ ഇപ്പം നേർവഴിക്കുമായി. ആ ഒരു ആശ ആയിരുന്നു, ആ ഒരു ആഗ്രഹമായിരുന്നു പിതാവിന്. അത് ഏകദേശം അത് റെഡിയായെന്ന് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം മുന്നോട്ട് വന്നു. ഇതിനകത്ത് മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞു, 10 വർഷം തീ തിന്നിയായിരുന്നു ആ കുടുംബം.
ഈ ഷൈൻ ടോം ചാക്കോ കാരണം ഞങ്ങൾ പത്മവ്യൂഹത്തിലായിരുന്നു എന്നാണ്. അതിൽ നിന്ന് ആ പത്മവ്യൂഹത്തിൽ നിന്ന് മോചനം എത്തി ചാക്കോ ഇപ്പം മകനെയും കൊണ്ട് ബാംഗ്ലൂർ പോയി 1 മാസം താമസിച്ച് അവനെ കംപ്ലീറ്റ് ലഹരി മുക്തനാക്കി തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് വ്യവസായം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ, കാരണം അദ്ദേഹം നല്ല എക്സ്പീരിയൻസ്ഡ് ആയ ഒരു വ്യവസായിയാണ്. അദ്ദേഹത്തിന് ധാരാളം വ്യവസായ സ്ഥാപനങ്ങളുണ്ടായിരുന്നു, നല്ല സാമ്പത്തികമുള്ളതാണ്. അദ്ദേഹം പറയുന്ന ഒപ്പീസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പള്ളിയായിട്ട് ബന്ധപ്പെട്ട അയാളൊരു ഭക്തനാണ്. അതുപോലെ തന്നെ ചാക്കോയും അവരുടെ കുടുംബവും തൃശ്ശൂരിലെ അവർ നല്ല പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന ആളാണ്. അതുകൊണ്ട് ഒപ്പീസ് എന്നൊരു സിനിമ എടുക്കുന്നതിൻ്റെ കാരണം അതുകൊണ്ട് തന്നെയാണെന്ന്. എന്തായാലും ആ പിതാവിൻ്റെ രീതി അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പുള്ളിയുടെ കൈപ്പിടിയിൽ ഒതുങ്ങി മകനെ നല്ലൊരു ട്രാക്കിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ച് ശേഷം അത് അദ്ദേഹത്തിൻ്റെ ആ ആഗ്രഹം കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹം ഈ ലോകവാസം വെടിഞ്ഞു എന്നുള്ളതാണ് അത് സങ്കടകരമായ അവസ്ഥ. എന്തായാലും ഷൈൻ ടോം ചാക്കോവും കുടുംബത്തിനും തീർച്ചയായിട്ടും നല്ലൊരു ട്രാക്കിലേക്ക് അദ്ദേഹം വെട്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ആ ട്രാക്കിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഇനിയുള്ള ജീവിതം സുഖകരമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്.